എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണത്തിനടുത്ത് ധാരാസുരത്ത് സ്ഥിതി ചെയ്യുന്ന ഐരാവതേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലെ തന്നെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുര ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം മഹത്തായ ജീവനുള്ള ചോളക്ഷേത്രങ്ങൾ, അതായത് ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന 3 ക്ഷേത്രങ്ങളിലൊന്നാണ് ഐരാവതേശ്വര ക്ഷേത്രം. 2004 യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് 12-ാം നൂറ്റാണ്ടിൽ, അതായത് 1100-ന്റെ തുടക്കത്തിൽ ചോള രാജാവായിരുന്ന 2-ാം രാജരാജ ചോളനാണ്. ചോള സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യാപരമായിട്ടുള്ള ഔന്നത്യത്തെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം വിമാനമെന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു കല്ലിൽ തീർത്ത രഥത്തിൻ്റെ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കുതിരകളും ആനകളും വലിക്കുന്ന ഒരു രഥം പോലെ നമുക്ക് തോന്നിക്കും. ചോളന്മാരുടെ കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ നേരെ കാണുന്നതാണ് പ്രധാന ശ്രീകോവിൽ, ഐരാവതേശ്വരനിരിക്കുന്ന സ്ഥലം. നട അടച്ചിരുന്നതിനാലാണ് ക്യാമറ ഞാൻ നേരെ അങ്ങോട്ട് കാണിച്ചത്. വേണമെങ്കിൽ അദ്ദേഹത്തെ, ഐരാവതേശ്വരനെ നമുക്ക് ക്യാമറയിൽ പകർത്താമായിരുന്നു, പക്ഷേ അത് ശരിയായൊരു നടപടിയായി എനിക്ക് തോന്നിയില്ല. കൊത്തുപണികളാൽ നിറഞ്ഞ 100 കണക്കിന് തൂണിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ക്ഷേത്രത്തിലെ ഓരോ ഭിത്തിയിലും തൂണുകളിലും ആയിരക്കണക്കിന് അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കാണാം. രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിലെ കഥകളും നൃത്തം ചെയ്യുന്ന രൂപങ്ങളും ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ചിത്രീകരണങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, അഗ്നി, സപ്തമാതാക്കൾ, ദുർഗ, സരസ്വതി, ലക്ഷ്മി, ഗണേശൻ തുടങ്ങിയ നിരവധി ദേവതകളുടെ രൂപങ്ങൾ ഇവിടെ മനോഹരമായി, അതും അതിമനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, ചോള കാലഘട്ടത്തിലെ കല, സംഗീതം, വാസ്തുവിദ്യ, സാഹിത്യം എന്നിവയുടെയെല്ലാം കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ കൊത്തുപണികൾ അന്നത്തെ സാമൂഹിക ജീവിതത്തിലേക്കും സാംസ്കാരികത്തിലേക്കുമുള്ള ഒരു നേർക്കാഴ്ച നമുക്ക് നൽകുന്നു. ഐരാവതേശ്വര ക്ഷേത്രം കാലപ്പഴക്കത്തെ അതിജീവിച്ച് ഇന്നും ചോള രാജാക്കന്മാരുടെ മഹത്വത്തിൻ്റെയും ഭക്തിയുടെയും കലാപരമായ പ്രതിഭയുടെയും ഒരു ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചത് ഒരു ഐതിഹ്യത്തിൽ നിന്നുമാണ്. ദേവേന്ദ്രൻ്റെ വെള്ള നിറമുള്ള ഐരാവതം എന്ന ആന ഒരു ശാപം കാരണം അതിൻ്റെ നിറം നഷ്ടപ്പെടുകയും ഈ ക്ഷേത്രത്തിലെ ശിവനെ, അതായത് ഐരാവതേശ്വരനെ ആരാധിക്കുകയും ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട അതിൻ്റെ വെള്ള നിറം തിരികെ ലഭിച്ചു എന്നതാണ് ഒരു വിശ്വാസം. കൂടാതെ മരണദേവനായിട്ടുള്ള യമൻ ശാപത്തിൽ നിന്ന് മുക്തി നേടാനായി ഇവിടെ ശിവനെ ആരാധിച്ചതായും പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ കുളം യമതീർത്ഥം എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നമ്മുടെ നന്ദികേശൻ അവൻ്റെ ഭഗവാനെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് സമീപമുള്ള ബലിപീഠത്തിന് മുന്നിലുള്ള കൽപ്പടവുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കല്ലുകളിൽ തട്ടിയാൽ സപ്തസ്വരങ്ങൾ, അതായത് 7 സംഗീത സ്വരങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ഇത് പുരാതന ഇന്ത്യൻ ശില്പികൾക്ക് സംഗീതത്തിലും ഗണിതത്തിലും ഉണ്ടായിരുന്ന അറിവാണ് വെളിപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗവും വശങ്ങളിലുമെല്ലാം ഇത്തരം പച്ച പുൽത്തകടി കൊണ്ട് ഭംഗിയായി പരിപാലിച്ചിട്ടുണ്ട്. കല്ലിൽ കുത്തിയെടുത്ത ഒരു കവിത പോലെ മനോഹരമായ ഈ ക്ഷേത്രം, 1000ഓളം വർഷം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ കാണേണ്ട ഒരു മഹാനിർമ്മിതി തന്നെയാണ്.